ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് KSRTC ബസ്സിൽ നിന്നാട്ടോ. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വർക്കിന് പോവുകയാണ്. കറണ്ടിലായ ട്രെയിനി ദെൻ വർക്ക് പ്ലേസിലേക്ക് എത്തി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വരികയാണ് കേട്ടോ. നോമ്പൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ തിരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ നാട്ടിലെത്തിയ ബസ് ഭയങ്കര കുത്തിക്കുരുങ്ങലാണ് കേട്ടോ. കാരണം എന്താ പറയുക, ഭയങ്കര റോഡ് പണിയാണ്. റോഡ് അവിടെ ഇവിടെയൊക്കെ പൊളിച്ചിട്ട് നല്ല പൊടി. എന്ത് കഷ്ടപ്പാടറിയോ ഒന്ന് പോയി വരാൻ. അപ്പം അങ്ങനെ ഒരു കുതിര സവാരി കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ നാട്. വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള വഴി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോണ വഴി. മെയിൻ റോട്ടിന് ഏകദേശം ഒരു 200-300 മീറ്ററൊക്കെ ഉണ്ടാവും. ഇതാണ് എൻ്റെ വീട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് കിച്ചൺ കേട്ടോ. കിച്ചണിലേക്ക് എത്തുമ്പോൾ അവിടെ നല്ല തകൃതമായ പണിയാണ്. കാരണം ഇന്ന് ഉസ്താദിന് ചിലവുണ്ട്. 6 മണിയാകുമ്പോഴത്തേനും ഉസ്താദ് വരും. അപ്പത്തിന് എല്ലാ കാര്യങ്ങളാക്കണം. ഇതെൻ്റെ മൂത്ത സിസ്റ്ററാണ്. സിസ്റ്റർ ഇപ്പോൾ സമൂസ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊരു സിസ്റ്ററുണ്ട്, അതാണ് എൻ്റെ ഇളയ സിസ്റ്റർ. ഇവളുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ചട്ടിപ്പത്തിരില്ലേ, അതാണ്. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിന്നു. ഫ്രൂട്ട്സൊക്കെ അരിയേണ്ട ഇടയിൽ മമ്മി എന്നോട് പറഞ്ഞു, നീ ഫ്രൂട്ട്സ് അരിയേണ്ട, നീ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുക എന്നൊക്കെ, നീ ഉണ്ടാക്കിയുള്ളൂ ശരിയാവാന്നൊക്കെ. പക്ഷേ എന്താ ചെയ്യുക, അന്ന് മാത്രം ഞാൻ ഉണ്ടാക്കിയത് ശരിയായി കേട്ടോ. ആകെ ചെടുപിട കൊള്ളായിട്ടുണ്ട്. അപ്പോൾ ചട്ടിപ്പത്തിരിക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിൻ്റെ മസാലയൊക്കെ ഓൾറെഡി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് മറ്റേ അപ്പം ഉണ്ടാക്കിയിട്ട് മസാല അതിൻ്റെ മേലൊക്കെ ആക്കിയിട്ട് മുട്ട ഇങ്ങനെ ഇതാക്കാൻ നല്ല പണിയുള്ളൂ. ഇത് സിസ്റ്ററുടെ ചെറിയ മോളാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കട്ടികളൊക്കെ കഴിഞ്ഞ് ചട്ടിപ്പത്തിരി എന്തായിന്ന് നോക്കാം. ചട്ടിപ്പത്തിരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ചട്ടിപ്പത്തിരി മറിച്ചിട്ടു. ദെൻ എൻ്റെ വീട്ടിൽ 2 എണ്ണം കേട്ടത്. എവിടെ കണ്ടാലും അടിയായിരിക്കും. ഇന്ന് നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ മുഹബത്ത് സർബത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ കറക്റ്റ് 6 മണിക്ക് മൂലിയൊരു പാത്രം കൊണ്ടുവന്നിട്ടോ. അങ്ങനെ നമ്മളൊക്കെ ഏകദേശമൊക്കെ ആ സമയത്ത് റെഡി ആയിക്കണം. പിന്നെ മൂലിയൊരു പാത്രം ആക്കി വെച്ചു. വേറെ ബിരിയാണിയും ചിക്കനും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നാളെ നമുക്ക് വേറെ വ്ളോഗായിട്ട് കാണാം. ബൈ.